പുതുവർഷത്തിൽ സമ്പൂർണ്ണ ശുചിത്വം നടപ്പാക്കാൻ ഒരുങ്ങി കട്ടപ്പന നഗരസഭ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മേക്ക് യുവർ ഹോം ബ്യൂട്ടിഫുൾ വിത്ത് KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. നഗരത്തിലെ ജൈവമാലിന്യ ശേഖരണത്തിന് അംഗീകൃത ഏജൻസിയെ ചുമതലപ്പെടുത്തി. വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ഇനി മുതൽ യൂസർ ഫീ നൽകി മാലിന്യം കൈമാറുകയോ സ്വയം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യണം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ 2.0യുമായി ബന്ധപ്പെട്ട് 2025 മാർച്ച് 25-നകം എല്ലാ സ്ഥാപനങ്ങളും ജൈവമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ സ്വയം ഏർപ്പെടുത്തുകയോ നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസിയിലേക്ക് കൈമാറുകയോ ചെയ്യണം. നഗരസഭാ പരിധിയിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുള്ളത്. അല്ലാത്ത സ്ഥാപനങ്ങളും അപ്പാർട്ട്മെന്റുകളും ഇനി മുതൽ സർക്കാർ ചട്ടങ്ങൾ പാലിക്കുന്ന നഗരസഭ നിർദ്ദേശിച്ചിരിക്കുന്ന സ്വകാര്യ ഏജൻസിക്ക് മാലിന്യങ്ങൾ യൂസർ ഫീ നൽകിക്കൊണ്ട് കൈമാറണം. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി കട്ടപ്പന നഗരസഭയിൽ ആചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ പ്രദേശം കട്ടപ്പന നഗരസഭ എത്ര വൃത്തിയായിട്ട് കിടക്കുമോ അത്രയും വൃത്തിയായിട്ട് കിടക്കണം എന്നുള്ള ലക്ഷ്യബോധത്തോടെ ഓരോ ജനങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് നമ്മൾ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. വീടുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും പ്രതിമാസം 750 രൂപയാണ് യൂസർ ഫീയായി നൽകേണ്ടത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് 5 കിലോ വരെ 50 രൂപയും 5 കിലോയ്ക്ക് മുകളിൽ ഓരോ കിലോഗ്രാമിനും 7 രൂപയും നൽകണം. എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന തുകയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി 2025 മാർച്ച് 25-ന് മുമ്പ് കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കട്ടപ്പന നഗരസഭയെയും മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി നഗരസഭയായി നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവമായ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേന വഴി നമ്മൾ കളക്ട് ചെയ്ത് വരികയും, പക്ഷേ ജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നതിനും അത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും വേണ്ടത്ര ഒരു സംവിധാനം ഫലപ്രദമായി ഏർപ്പെടുത്തുവാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതുകൊണ്ട് കട്ടപ്പന നഗരസഭ കൊട്ടേഷൻ വിളിക്കുകയും കൊട്ടേഷൻ പ്രകാരം അമല എക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമുക്ക് ആ കൊട്ടേഷൻ നൽകുകയും ആ കൊട്ടേഷൻ പരിശോധിക്കുകയും അതിന് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്ന ശുചിത്വ മിഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുമുള്ള ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി നഗരസഭ കരാറിൽ ഏർപ്പെടുന്നതിന് വേണ്ടി നിരവധി തവണ ചർച്ചകൾ നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. വ്യാപാരി സമൂഹവുമായും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് വ്യവസായികളുമായും നമ്മൾ നിരവധി തവണ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റേറ്റിൽ ഏറ്റവും താഴത്തെ നിലയിലുള്ള റേറ്റിൽ നമ്മുടെ നഗരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന മുഴുവൻ ജൈവ മാലിന്യങ്ങളും കളക്ട് ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കട്ടപ്പന നഗരസഭ ഇന്നു മുതൽ വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അങ്ങും ഇങ്ങും ചില പരാമർശങ്ങൾ ചില കോണുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാൻ കഴിയും, ഒരു ആളുകൾക്കും അത്ര ആശങ്ക വേണ്ട. ആരെയും നിർബന്ധിച്ച ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്നില്ല. സ്വന്തമായി ശാസ്ത്രീയമായി സംസ്കരിക്കുവാൻ സംവിധാനമുള്ള ഒരു വ്യക്തിയോ സ്ഥാപനമോ ഈ പദ്ധതിയുമായി കൂടേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ലാത്ത വ്യക്തികൾ ഈ പദ്ധതിയുമായി സഹകരിച്ച് അതായത് ഇപ്പം നമുക്കറിയാലോ, എൻ്റെ മാലിന്യം എൻ്റെ ബാധ്യതയാണ്. എൻ്റെ മാലിന്യം സംസ്കരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകത്തക്ക രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പുളിയമ്മലയിൽ നമ്മുടെ വേസ്റ്റ് മുഴുവൻ കൊണ്ടുപോയിരുന്നത് പുളിയമ്മലയിലാണ്. പുളിയമ്മലയിൽ ബയോ മൈനിങ് പ്രകാരം വേസ്റ്റ് കംപ്ലീറ്റ് ഡിസ്പോസ് ചെയ്യാൻ പോവുക. അതിൻ്റെ കൊട്ടേഷൻ, അതിൻ്റെ ടെൻഡർ വിളിച്ചു, അതിൻ്റെ എഗ്രിമെൻ്റായി, അതിൻ്റെ വർക്ക് തുടങ്ങാൻ പോവുക. ആ വർക്ക് നടക്കുന്നതിനിടയിൽ ഇനി ഒരു ചെറിയ സാധനം പോലും പുളിയമ്മലയിൽ നമുക്ക് കൊണ്ടുപോകുന്നതിനോ ഡംപ് ചെയ്യുന്നതിനോ ഉള്ള സാഹചര്യമില്ല. നഗരസഭാ പരിധി ടൗണിലും ടൗണിനോട് ചേർന്നുമുള്ള അപ്പാർട്ട്മെന്റ്, വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയാണ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നത്. മുൻപ് അംഗീകാരമില്ലാത്ത ഏജൻസികൾക്കായിരുന്നു പല സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ജൈവമാലിന്യം നൽകിയിരുന്നത്.
എന്നാൽ സർക്കാർ ചട്ടമനുസരിച്ച് നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസിക്ക് മാത്രമേ ഇത്തരത്തിൽ മാലിന്യം കൈമാറാൻ പാടുള്ളൂ എന്നും ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായി ആചരിക്കുന്നുവെന്നും ഗ്രീൻ സിറ്റി മാനേജർ ജിൻസിറിയക് പറഞ്ഞു. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് 2025 ജനുവരി 1 മുതൽ 7 വരെ തീയതികളിൽ വലിച്ചെറിയൽ വിരുദ്ധ വാരമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് നമുക്ക് ഹരിതകർമ്മ സേനയുണ്ട്. ആ ഹരിതകർമ്മ സേന മുഖാന്തരം ഏതാണ്ട് 80% പാഴ്വസ്തുക്കൾ നമ്മൾ എല്ലാ മാസവും കളക്ട് ചെയ്യുകയും അത് കൃത്യമായിട്ട് അത് സംസ്കരിക്കുന്നതിന് അതിൻ്റെ ശരിയായ രീതിയിലുള്ള നല്ല പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ലെഗസി മറ്റ് നമ്മളെ ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്ത നടപടി ഇപ്പോൾ നടന്നു വരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ റോഡിലും പുഴയിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഈ മാലിന്യങ്ങളാണ് നമ്മൾ ഹരിതകർമ്മ സേന ഉപയോഗിച്ച് ആദ്യമൊക്കെ കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഫലപ്രദമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരങ്ങൾ നമ്മുടെ റോഡ് സൈഡിൽ കുറഞ്ഞു വരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നഗരപ്രദേശത്ത് ഇപ്പോൾ പല വീടുകളിൽ, ചില വീടുകളിൽ, അപ്പാർട്ട്മെൻറ്റുകളിൽ, വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക്കിൽ കെട്ടി റോഡിൽ കൊണ്ട് വലിച്ചെറിയുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നു. നഗരസഭയിൽ നിന്ന് വിവിധ തരത്തിലുള്ള ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ കുറച്ച് പേരെങ്കിലും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ നഗരത്തിൻ്റെ പ്രത്യേകത, നഗരത്തിലെ സ്ഥലപരിമിതിയും എല്ലാം മൂലം മിക്ക സ്ഥാപനങ്ങൾക്കും ആവശ്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് കഴിയാതെ പോകുന്നു. അത് ഇപ്പോൾ നമ്മുടെ പല സ്ഥാപനങ്ങളും ഇത്തരം മാലിന്യങ്ങൾ കൈമാറുന്നത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനമില്ലാത്ത, മറ്റ് അംഗീകാരങ്ങളൊന്നുമില്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരമില്ലാത്ത ചില ഫാമുകൾക്കൊക്കെയാണ് കൈമാറുന്നത്. അത് നമ്മൾ സർക്കാർ നിർദ്ദേശിക്കുന്ന നോംസിന് വിരുദ്ധമാണ്. അംഗീകൃത ഏജൻസികൾക്ക് മാത്രമേ ജൈവ മാലിന്യങ്ങൾ കൈമാറാൻ പാടുള്ളൂ എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് ഇതൊരു വെല്ലുവിളിയായി മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് അംഗീകാരമുള്ള ഏജൻസികളെ നമ്മൾ തേടുകയും നമ്മുടെ ഇടുക്കിയിൽ തന്നെയുള്ള അമല എക്കോ ക്ലീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം, അത് ഈ രംഗത്ത് BSF ലാർവ ഉപയോഗിച്ചുള്ള ഒരു മാലിന്യ സംസ്കരണ രീതിയാണ്. അപ്പോൾ നഗരസഭയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ പോയി സ്ഥലം സന്ദർശിക്കുകയും അത് ഫലപ്രദമായിട്ട് നടക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജൈവ മാലിന്യങ്ങൾ ഈ ഏജൻസിക്ക് കൈമാറുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജൈവമാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്ത വീടുകളും സ്ഥാപനങ്ങളും നിർബന്ധമായി പദ്ധതിയിൽ അംഗമാകേണ്ടതാണ്. പദ്ധതിയിൽ അംഗമാകാൻ നഗരസഭ ഓഫീസിൽ 100 രൂപ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ്. നഗരസഭയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ, അനുമതി പത്രങ്ങൾ എന്നിവ ഇനി മുതൽ ലഭ്യമാക്കുന്നതിന് ജൈവമാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതിനാൽ പദ്ധതിയിൽ അംഗങ്ങളാവുകയോ സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Make your home beautiful with KJ Granite and Tiles, Kattapana, Kanirapalli.